ഹലോ ഗൈസ്, എൻ്റെ ഫേസിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേ കേട്ടോ. ഇന്ന് ഞാൻ തിരുനെല്ലി പോകുന്ന വഴിക്ക് കുറച്ച് പുള്ളിമാനും കാട്ടുകോഴിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി പായസ കച്ചവടം തുടങ്ങിയായിരുന്നു. ഇന്നൊരു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ ആദ്യം വലിയ തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാർ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പായസ കച്ചവടം തുടങ്ങുന്നത് രാവിലെ ഒരു 8:30 മുതൽ തീരുന്ന വരെയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുന്നേ തീരലുണ്ട്. ഉദാഹരണത്തിന് ഒരു 12 മണിക്കൊക്കെ മുൻപ്. നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു സഹായം ചോദിച്ചതിനാണ് ഈ ഒരു ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ പായസത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഫോളോവേഴ്സ് ആട്ടോ വന്നത്. ഇന്ന് കുറച്ച് ബോട്ടിൽസ് പായസം കൂടുതൽ പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പായസം തീരാനുള്ള സാധ്യത കൂടുതലായിരുന്നു കേട്ടോ. ഇനി ആകെ ഉള്ളത് ഈ ഒരു പാത്രം പായസം കൂടിയാണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നേരെ വീട്ടിൽ പോവാം. എന്നാലും നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മളോട് പായസം തീർന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല സങ്കടമാണ്. പായസം ഒരുപാട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അത് തീർന്നില്ലെങ്കിൽ എനിക്കും സങ്കടമാണ്. ഇതിലെ 2 സങ്കടവും എനിക്ക് തന്നെയാട്ടോ. അങ്ങനെ എൻ്റെ പായസ കച്ചവടം ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പോയിട്ട് നേരെ ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ നാടും വീടും കാണാൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെയും കൂട്ടി കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇപ്പം ഞങ്ങളിതാ കാളന്തിപ്പുഴയിലാട്ടോ ഉള്ളത്. കാളന്തിപ്പുഴയിൽ നേരെ കൃഷ്ണൻ്റെ ഒരു കാൽപാദത്തിൻ്റെ ഒരു സംഭവമുണ്ട്, അത് കാണിക്കാൻ കൊണ്ടുപോയി. കാളന്തിപ്പുഴ സൈഡിലൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അവരെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ട് നമ്മുടെ തിരുനെല്ലി തന്നെ ഈ വരുന്ന 18-ാം തീയതി കേട്ടോ, വൈകുന്നേരം 3 മണിക്കാണ്. അങ്ങനെ ഞാൻ വണ്ടി കണ്ട വാഴക്കൊലയൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ എൻ്റെ വീട് കാണാൻ വന്നവരെയും കൂട്ടിയിട്ടുണ്ട്. ബോബി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് ചായയും ബേക്കറിയും മെയിൻ ആട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലേക്ക്, ഞാനും തിരികെ വീട്ടിലേക്ക്.